ആ ലക്ഷ്യം പ്രാപ്തമാകുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോ ഒരു ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓൾസോ ദ ഗ്രൂപ്പ് ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അത് വ്യക്തിപരമായിട്ടും ഗ്രൂപ്പായിട്ടും അവർ എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്നത് അതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാലോ, ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ദ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ആ ഒരു സംരംഭത്തിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് പ്രോസസ് അതിനകത്ത് നടക്കണം. കാരണം ഒരാൾ ലീഡ് ചെയ്യാനുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ലീഡർഷിപ്പിന്റെ എന്താ പറയാ ബേസിസിൽ അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ ചെയ്യും. അതാണ് ലീഡർഷിപ്പ്. അപ്പൊ ഓരോ പ്രോസസ്സും മനസ്സിലാക്കി പഠിച്ചു വെക്കണം. അതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ട് ഡാഷ് ഇൻവോൾവ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രോസസ്സും. അടുത്ത നമ്മൾ പറഞ്ഞു ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ്. എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ഫെയർ കോമ്പൻസേഷൻ ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ്, എല്ലാവരെയും ഒരുപോലെ കാണുക. ബിസിനസ് ഓർഗനൈസേഷനിൽ പല റേഞ്ചിലുള്ള പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ ഉള്ള ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വരുന്നവരുണ്ട്. എല്ലാവരുടെയും ബിഹേവിയറൽ പാറ്റേൺസ് ഡിഫറെന്റ് ആണ്. എങ്കിലും ഇവരെ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. എല്ലാവർക്കും അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള എന്ത് കൊടുക്കുക, കോമ്പൻസേഷൻ, അതായത് വേജസോ സാലറീസോ പ്രൊവൈഡ് ചെയ്യുക. ആരോടും എന്താ പറയാ ഇൻഇക്വാലിറ്റീസ് ഒന്നും കാണിക്കാതെ, ഡിസ്ക്രിമിനേഷൻ കാണിക്കാതെ, ഇന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും രൂപ കൊടുക്കുന്നു, വ്യക്തികളെയോ ആ ഗ്രൂപ്പുകളെയോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അവർ ചെയ്യുന്ന ജോലിക്കാണ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അതാണ് ജസ്റ്റിസ്. ആ വേർഡാണത്. ന്യായം, നീതികരമായിട്ട് പ്രവർത്തിക്കുക. ദാറ്റ്സ് ഓൾ. ഇനി എന്താണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികൾ അവർക്ക് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അത് ഗ്രൂപ്പിലേക്ക് ആയിക്കോട്ടെ ഇൻഡിവിജ്വൽസിലേക്ക് ആയിക്കോട്ടെ, കൊടുക്കുന്ന ജോലികൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ സ്പെഷ്യലൈസ്ഡ് ആകും. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഓരോ പ്രത്യേക ഭാഗം കൈകാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, അത് റിപ്പീറ്റഡ്ലി അത് ചെയ്യുമ്പോൾ വി ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. അല്ലെ, ഏത് കാര്യവും നമ്മൾ തുടർച്ചയായി വീണ്ടും വീണ്ടും അത് എത്രയോ പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ നമ്മൾ അതിൽ പെർഫെക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഒരു കണ്ണടച്ചു പോലും ആ ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിക്കോസ് നമ്മളത് ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു ഇതിൽ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആകാനും പറ്റും. അതും ഒരു പ്രോസസ്സാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. ഈ 3 പ്രോസസ് നമ്മൾ പറഞ്ഞു. അതെല്ലാ പ്രോസസ്സുകളും 7 പറയേണ്ട 7 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോന്നിന്റെയും എന്താണ് അതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തേത് ലീഡർഷിപ്പ് ആണ്. ഓർഗനൈസേഷന്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, അത് എന്താ പറയാ അത് എന്താ ചെയ്യാ അവർ പ്രവർത്തിച്ച് അവരുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കുക. രണ്ടാമത് പറഞ്ഞ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ്. അപ്പൊ ഈക്വൽ ട്രീറ്റ്മെന്റ്, ഫെയർ കോമ്പൻസേഷൻ, ആ 2 വേർഡുകൾ ഓർത്തിരുന്ന് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ. മനസ്സിലായോ പറഞ്ഞത്? അടുത്ത ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ്. അതിനകത്ത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ജോലികളെ ഇങ്ങനെ മൊത്തത്തിലുള്ള ടാസ്കുകളെ അല്ലെങ്കിൽ ജോലികളെ എല്ലാവർക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഇൻഡിവിജ്വൽസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. മനസ്സിലായോ എല്ലാവർക്കും? അടുത്ത പ്രോസസ്സിലേക്ക് പോകുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങളെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. സ്റ്റാഫിംഗ് പ്രോസസ് ആണ് നെക്സ്റ്റ് വൺ. എല്ലാവരും ഉണ്ട് അവിടെ തന്നെ? ആരും റിയാക്ട് ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു കയ്യൊക്കെ കണ്ടാലേ എനിക്ക് റിയാക്ഷൻ മനസ്സിലാകുള്ളൂ. മുഖത്തെ ഭാവം നമുക്ക് പ്രകടമാക്കാൻ ഇവിടെ നമ്മൾ ക്യാമറാസ് ഓൺ അല്ലാത്തതുകൊണ്ട് അത് നോക്കി മനസ്സിലാവണില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഇട്ടേക്ക്. അടുത്ത എന്താണ്? സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന വേർഡിൽ നിന്ന് തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കി. റിക്രൂട്ട്മെന്റ് പ്രോസസ്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻസ്, അതായത് ഒരു ബിസിനസ് സംരംഭം അവിടെ ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് എന്തെങ്കിലും അഡ്വർടൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്കാരെ എനിക്കൊരു ജോലി നേടണം എന്നുള്ള ആഗ്രഹത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ ആളുകളെ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ റിക്രൂട്ട് ചെയ്യുക, അവരുടെ ആപ്ലിക്കേഷൻസിനെ അസസ് ചെയ്യുക അല്ലെ. അസസ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് വിലയിരുത്തണം. അതിനകത്ത് എന്തൊക്കെയാണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ ഓർഗനൈസേഷന് അവർ ആപ്റ്റ് ആണോ, അവർക്ക് കൊടുക്കാൻ പറ്റിയ ജോലി നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ they have to assess the applications which are provided by the applicants. ആപ്ലിക്കന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കി എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് ഒക്കെ എടുത്ത് ആൻഡ് ഇൻഡക്ഷൻ ആണ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഡിങ് എ പീപ്പിൾ ഓർ എ പേഴ്സൺ ഇൻ ടു എ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് ഒരാളെ
ഉൾപ്പെടുത്തുക. അതിനെയാണ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക കേട്ടോ. ആൻഡ് ഓറിയന്റേഷൻ, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ്സിനകത്ത് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, അവരെ എങ്ങനെ എംപ്ലോയ് ചെയ്യിപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഇൻഡക്ഷൻ ഓഫ് ആപ്ലിക്കൻസ്, അത് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കന്റിൽ നിന്ന് അവരിൽ നിന്ന് ആരെയൊക്കെ തെരഞ്ഞെടുത്ത് ഈ ജോബിലേക്ക് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം, പിന്നെ അവരെയൊക്കെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് ആണ്. ട്രാൻസ്ഫർ ഓഫ് പേഴ്സൺസ്, അതായത് പോലെ എംപ്ലോയീസ് ജോലി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എവിടേക്കെങ്കിലൊക്കെ ട്രാൻസ്ഫർ ഒക്കെ വരുമല്ലോ. അവരുടെ പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ പ്രോസസ് നമുക്കറിയാലോ, നിലവിലുള്ള ജോലിയിൽ നിന്നും ഒരു പടി മുകളിലേക്ക് ഉയർത്തുന്ന രീതിയാണ്. ഡിമോഷനും അതുപോലെ തന്നെയുണ്ട്, ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. ഏതെങ്കിലും രീതിയിൽ എംപ്ലോയീസ് അവരുടെ ജോലിയോട് ഉള്ള കൃത്യതയോ ആത്മാർത്ഥതയോ ഒക്കെ ശരിയായ രീതിയിൽ കാണിച്ചില്ല എങ്കിൽ ഡിമോഷൻസും കിട്ടാനായിട്ടുള്ള സാധ്യതകളുടെ പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിമോഷൻസ് കൊടുക്കുക. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഇതെല്ലാം ചേരുന്നതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ് അപ്പോ? ഇറ്റ് ഇൻവോൾവ്സ് ദ മാൻ പവർ പ്ലാനിങ്, മൊത്തത്തിലുള്ള തൊഴിലാളികളെ പ്ലാൻ ചെയ്യുക, ആൻഡ് ഡെവലപ്പിംഗ് സോഴ്സസ് വിച്ച് ഈസ് ഡിപ്പെൻഡഡ് ഓൺ റിക്രൂട്ട്മെന്റ്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻസ്, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, induction, then reorientations, transfers, promotion and also demotions. ഇതെല്ലാം ചേരുമ്പോഴാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണ് എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്? മനസ്സിലായി സ്റ്റാഫിംഗ് പ്രോസസ്? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ആണ്. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് നമുക്കറിയാം, ഓരോ ആളുകളും അവരവരുടേതായ രീതിയിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ അവർ കംപ്ലീറ്റ് ചെയ്യും അല്ലെ, ഫുൾഫിൽ ചെയ്യും. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് they have to evaluate, ഒരു കോൺസ്റ്റന്റ് ഇവാലുവേഷൻ നടത്തണം. ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ജോലികളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട്, കുറച്ചുകൂടി നല്ല എഫിഷ്യന്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ കൂടുതൽ ഇവാലുവേഷൻസ് ഓരോ എംപ്ലോയീസും അവർ ചെയ്യുന്ന ജോലിക്ക്, എംപ്ലോയീസ് വർക്കിനോട് കൂടുതൽ ഇവാലുവേഷൻസ് നടത്തുക. സോ ദാറ്റ് ദേ ക്യാൻ മേക്ക് സം പ്രൊമോഷൻസ്. കൂടുതൽ ഇവാലുവേഷനിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ എംപ്ലോയീസിന്റെയും വർക്കിന്റെ പെർഫോമൻസ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് കൂടുതൽ നന്നായി ചെയ്യുന്ന ആളുകളെ ദേ ക്യാൻ ബി ഗിവൺ പ്രൊമോഷൻസ് അല്ലെ, അവർക്ക് പ്രൊമോഷൻസ് കൊടുക്കാം. ആൻഡ് ഓൾസോ അവരുടെ പേയ്മെന്റില് റൈസ് കൊടുക്കാം അല്ലെ, അവരുടെ എന്താ പറയാ ശമ്പളോ കൂലി എന്താണോ അത് വർദ്ധിപ്പിക്കാം. ട്രാൻസ്ഫർ കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം. ട്രെയിനിങ്ങിന് എന്തെങ്കിലും കാരണത്താൽ അവരുടെ വർക്കിംഗ്സ് അല്ലെങ്കിൽ എഫിഷ്യൻസി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലികൾ അത്രയും അങ്ങോട്ട് കാര്യക്ഷമമായി കിട്ടിയില്ല എങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് ഓൾസോ ഷുഡ് ബി ഗിവൺ. ആവശ്യത്തിന് ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ പ്രൊമോഷൻസ് കൊടുക്കാനും വേജ് ഇൻക്രിമെന്റ് കൊടുക്കാനും ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഷുഡ് ബി ഡൺ അക്കോർഡിംഗ് ടു ദ എംപ്ലോയേഴ്സ് വർക്ക്. എംപ്ലോയീസിന്റെ ജോലിക്ക് കൃത്യമായ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇവാലുവേഷൻസ് നടത്തണം, വിലയിരുത്തലുകൾ നടത്തണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിലയിരുത്തുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക. ദാറ്റ്സ് ഓൾ. മനസ്സിലായോ എന്താണെന്ന്? പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് മനസ്സിലായോ? ഓരോ പ്രോസസ്സും മനസ്സിലാക്കാനായിട്ട് ആ വേർഡുകൾ ആണ് കണക്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. എന്നാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പ്രോസസ് എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നമുക്കറിയാം എന്തിനാണ് നമ്മൾ എംപ്ലോയീസിന് ഇടയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അതായത് നമുക്ക് അവരിൽ നിന്ന് മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ജോലിക്കാരന്റെയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരുടെയും ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് പ്രോസസ്സുകൾ, ദാറ്റ് മീൻസ് ടു കറക്റ്റ് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ആൻഡ് ദ ഇൻഡിവിജ്വൽ. ഓരോ ജോലിക്കാരും ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി നല്ല രീതിയിൽ അവരെ ജോലിയിലേക്ക് എന്താ പറയാ അവരെ ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ അവരിൽ നിന്നും മാക്സിമം യൂട്ടിലൈസേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു ദ കറക്റ്റ് ക്വാളിറ്റി ഓഫ് ദ വർക്കിന്റെ ഒക്കെ ക്വാളിറ്റി നല്ല കൃത്യമായ രീതിയിൽ അവർക്ക് നടത്താൻ പറ്റും. അതുപോലെ ഓരോ ജോലിക്കാരന്റെയും ജോലിയിൽ വളരെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. പല സ്ഥാപനങ്ങളിലും ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും പുതിയ സംരംഭങ്ങൾ കൊണ്ടുവന്നു,
അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. സോ അത് അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവരും ജോലിക്കാരും അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. എല്ലാ മേഖലകളിലും ഉണ്ട്. അത് ഹോസ്പിറ്റൽസിലാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പുതിയ പുതിയ മെഡിസിൻസ് കൊണ്ടുവരുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെയുള്ള ആളുകൾ അറിയണം ആദ്യം തന്നെ. ഇതുമായി കൈകാര്യം ചെയ്യുന്ന ഫാർമസിയിലുള്ള ആളുകളായിരിക്കാം, മറ്റ് നഴ്സുമാരായിരിക്കാം, അതിനെ ഹാൻഡിൽ ചെയ്യുന്ന മരുന്നുകൾ കൊടുക്കുന്നതോ പേഷ്യൻസിന് നേരിട്ട് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ ഇവർക്കൊക്കെ അതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് ഇടയ്ക്കിടയ്ക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. പിന്നെ എന്താണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് ആണ്. കോമ്പൻസേഷൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് അല്ലെ. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതോ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡുകളൊക്കെ കോമ്പൻസേഷൻസ് ഒക്കെ ജോലിക്കാർക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് they have to determine the mechanism and the form of giving some compensations and also financial non-financial reward. ഓരോ ജോലിക്കാർക്കും അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ കോമ്പൻസേഷൻ കൊടുക്കുന്നത് എങ്ങനെ, അതിനെക്കുറിച്ച് തീരുമാനം എടുക്കുക. മാത്രമല്ല ഈ പണപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള കോമ്പൻസേഷൻസ് കൂടാതെ മറ്റു പല റിവാർഡുകളുടെ ഫോമിൽ കൊടുക്കുക. അത് പണമായിട്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട് റിവാർഡുകൾ. അതല്ലാതെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. നോൺ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ ചില എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ ആ ഓർഗനൈസേഷനിൽ സംഘടിപ്പിക്കുക, എല്ലാ എംപ്ലോയീസിനെയും നിർത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എൻജോയ്മെന്റിനും അവർക്കൊരു റിക്രിയേഷണൽ ഒരു പ്രോഗ്രാം ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നോൺ ഫിനാൻഷ്യൽ റിവാർഡുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ ഇവരെ എൻകറേജ് ചെയ്യാനും അവരിൽ നിന്ന് മാക്സിമം അവരെ നമ്മളുടെ ഓർഗനൈസേഷനിൽ പിടിച്ചു നിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ ഒരു കാര്യമില്ല, ഒരു വന്നാൽ കയറി അകത്ത് കയറി തുടങ്ങി പോകുന്നിടം വരെ മുട്ടോളം പണിയെടുക്കുക. എന്നാൽ അതനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷൻ ഒക്കെ ശരിയാണ്. പക്ഷെ അതിൽ നിന്നും നമ്മൾ കോമ്പൻസേഷനേക്കാൾ പുറമെ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് നമ്മൾ എങ്ങനെ ഹൗ വി ലിങ്ക്, അവരുമായിട്ട് എങ്ങനെ ലിങ്ക് ആകുന്നു അല്ലെ, അവരുമായിട്ട് കാര്യങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യുന്നു, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് കൂടി മെന്റലി നമുക്ക് ഒരു സ്ട്രെങ്ത് തരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഒരുപാടുകളാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ഓക്കെ. ദെൻ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. നമുക്കറിയാം എത്രയൊക്കെ മാനേജ്മെന്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയാലും there will be some disputes among the employees. എന്തായാലും തീർച്ചയായിട്ടും പല ആളുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളും മറ്റു കാര്യങ്ങളും എംപ്ലോയറിനോട് പറയേണ്ട പല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ അവരുടെ ബെനിഫിറ്റ്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കാം, പിന്നെ വേജസിനെ കുറിച്ചിട്ടായിരിക്കാം, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് മോശമാണ് എന്നതിനെ കുറിച്ചായിരിക്കാം. സോ അവരെല്ലാവരും കൂടി ചേർന്ന് അവർ ബാർഗെയിൻ ചെയ്യും, അവർക്ക് ബെറ്റർ സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിൽ അവർക്ക് കൃത്യമായിട്ട് അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടെത്തണം. അപ്പൊ അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് റിലേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് എംപ്ലോയർ ആണ്. അവിടെ വർക്കേഴ്സ് എല്ലാം അവിടെ ഒരുമിച്ചെത്തും. ആർക്കെതിരെയായിട്ട്? എംപ്ലോയർക്കെതിരെ. സോ അവർക്ക് എന്തിനാണ് എംപ്ലോയർക്കെതിരെ തിരിയുന്നത്, അല്ലെങ്കിൽ അവരോട് ചില ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് നിന്നുകൊണ്ട്. അതാണ് ബാർഗെയിനിങ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. കളക്റ്റീവായിട്ട്, ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, എല്ലാവരും കൂടി ചേർന്ന് എന്നതായിരിക്കും. അപ്പൊ അതിന് ഒരു സൊല്യൂഷൻ എംപ്ലോയർക്ക് കണ്ടെത്താൻ സാധിക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് എന്ന് വിളിക്കുക. ഡിസൈഡ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ എംപ്ലോയീസ്. എന്തിനെ സംബന്ധിക്കുന്ന ആ ഒരു റിലേഷൻ ആണ്? റിഗാർഡിംഗ് ദയർ വേജസ് ആകാം, അവരുടെ ബെനിഫിറ്റ്സിനെ സംബന്ധിക്കുന്നതാകാം, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസിനെ സംബന്ധിക്കുന്നതായിരിക്കാം. ഇതെല്ലാമാണ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രോസസ്സുകളാണ് നമ്മളുടെ പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരു ഓർഗനൈസേഷനിൽ, ഏത് ഓർഗനൈസേഷനിലും നമ്മുടെ പേഴ്സണൽ PRSONNEL ആണ് തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റ് പ്രോസസ്സുകളിൽ പെടുന്ന പ്രോസസ്സുകളാണ്. ഒന്നാമത്തേത് പറഞ്ഞു ലീഡർഷിപ്പ് പ്രോസസ്, ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ബിഹേവിയർ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് അല്ലെ. അതായിരുന്നു അതിന്റെ ആ വാചകം. അങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, അത് ഓർക്കുക. അതിനുള്ള ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു കഷ്ണം ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഫെയർ കോമ്പൻസേഷൻ, അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഓർക്കുക അത് ജസ്റ്റിസ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, ഓരോ പ്രോസസ്സും നിങ്ങൾക്ക് എന്താ പറയാ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക്, മൊത്തത്തിലുള്ള ടാസ്കിനെ ഡിവൈഡ് ചെയ്യുക. ആ ഒരു ഫ്രേസ് ഉൾപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ, അങ്ങനെ കണ്ടിരിക്കുന്നത്. അടുത്ത എന്താ? സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. അതെന്താ? മാൻ പവർ പ്ലാനിങ് ആണ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? റിക്രൂട്ട്മെന്റ്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, ഇൻഡക്ഷൻസ്, ഈ വാക്കുകളൊക്കെ ചേർന്ന് വരുമ്പോൾ അത് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നു.
പെർഫോമൻസ് അപ്രൈസൽ ആണ്. അവരുടെ പെർഫോമൻസിനെ കോൺസ്റ്റന്റ് ഇവാലുവേഷൻ, ആ വേർഡ് തന്നെ മാത്രം ഓർത്താലും മതി. കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് എംപ്ലോയേഴ്സ് വർക്ക്, എംപ്ലോയീസ് വർക്ക്, എംപ്ലോയിമാരുടെ ജോലികളെ കൃത്യമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, വിലയിരുത്തിക്കൊണ്ടിരിക്കുക. അത് താഴ്ന്നു പോകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് അവർക്ക് ഡിസിഷൻസ് എന്തിനെ കുറിച്ച് എടുക്കാൻ പറ്റുക. പ്രൊമോഷൻ കൊടുക്കണോ, വേജിൽ ഇൻക്രിമെന്റ് കൊടുക്കണോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ വേണോ, അല്ലെങ്കിൽ അവര് പ്രൊമോഷൻ എന്താ പറയാ ഡിമോഷൻസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ട്രെയിനിങ് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പെർഫോമൻസ് അപ്രൈസലിന്റെ ബേസിസിലാണ്. അടുത്തത് പറഞ്ഞത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതായത് ക്വാളിറ്റി ഓഫ് വർക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു കറക്റ്റ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് ദ ഇൻഡിവിജ്വൽ, ഓരോ ജോലിക്കാരന്റെയും ക്വാളിറ്റി ഓഫ് വർക്ക് വർദ്ധിപ്പിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് കൊണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ കോമ്പൻസേഷൻ റിവാർഡ് പ്രോസസ്. അപ്പൊ എന്താണ് ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എന്തിനു വേണ്ടിയിട്ട് ടു ഗിവ് ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ റിവാർഡുകൾ, ആ വേർഡ് ഉണ്ടാവും അതിനകത്ത്. നോൺ ഫിനാൻഷ്യലും ഫിനാൻഷ്യലും ആയിട്ടുള്ള റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കോമ്പൻസേഷൻ റിവാർഡ് പ്രോസസ്. ആൻഡ് ലാസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് മനസ്സിലായല്ലോ. എംപ്ലോയിയും അതുപോലെ തന്നെ യൂണിയനും തമ്മിലുള്ള, എംപ്ലോയറും യൂണിയനും തമ്മിലുള്ള റിലേഷൻ ആണ്. എന്തിനെ സംബന്ധിക്കുന്ന റിലേഷൻ ആയിരിക്കും? റിഗാർഡിങ് അവരുടെ വേജസ് ആയിരിക്കാം, ബെനിഫിറ്റ്സ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്, ഇതെല്ലാമാണ്. അപ്പൊ ഇത്രയും പ്രോസസ്സുകൾ പേഴ്സണൽ മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാനാണ് ഞാൻ പറഞ്ഞു തന്ന ഐഡിയ. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യാൻ. നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ പോളിസി ആണ്. ഇനി അടുത്തത് തൊഴിൽപരമായിട്ടുള്ള ചില നയങ്ങളാണ്. ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളൊക്കെ ഉണ്ട്, പറയുന്നത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ. എല്ലാം നമുക്ക് ചിലപ്പോ അതൊന്നും ആവശ്യമില്ലാത്തതായിരിക്കാം. എന്താണ് ഈ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്? തൊഴിൽപരമായിട്ടുള്ള നയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം എന്ന് വെച്ചാൽ, ഒരു സാധാരണ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ അവിടെ ഉണ്ടാകുന്ന റിസൾട്ട്, അവിടെ ഒരു റിസൾട്ട് ഉണ്ടാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ആണ് അല്ലെ. ഏത് ബിസിനസ്സുകാരൻ അവന്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് എന്താ? പരമാവധി ലാഭം. അവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയ്ക്ക് അവന് മാക്സിമം റിട്ടേൺ ഔട്ട്കം അല്ലെ, അത് കിട്ടുക. അതിന്റെ മാക്സിമം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, മാക്സിമം പ്രോഫിറ്റ് തന്നെ. അപ്പൊ അവന്റെ ഔട്ട്കം വർദ്ധിപ്പിക്കുക. അപ്പൊ ആ ഔട്ട്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ആക്ഷൻസ് ടു ബി ടേക്കൺ, എന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെ കുറിച്ചൊരു പ്രീ പ്ലാനിങ് ആണ്. പ്രീ പ്ലാനിങ്, അതിനെയാണ് നമ്മൾ പേഴ്സണൽ പോളിസി എന്ന് വിളിക്കുക. പേഴ്സണൽ ആണ്, SONAL അല്ല എന്ന് ഓർക്കുക. അപ്പൊ വ്യക്തിപരമായ നയം അല്ല കേട്ടോ, അതായത് തൊഴിൽപരമായ നയം. ഏത് ബിസിനസ് ഓർഗനൈസേഷനും അവർക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എങ്ങനെ നമുക്ക് എയിം ചെയ്യാൻ പറ്റും, അതെങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും, അതെങ്ങനെ നേടിയെടുക്കാം, അതിന് എന്തൊക്കെ ആക്ഷൻസ് ഹാവ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്, എന്തൊക്കെ ആക്ഷൻസ് നമ്മൾ എടുക്കണം, അതിനെ കുറിച്ച് ഒരു പ്രീ പ്ലാനിങ് ചെയ്യുക. ദാറ്റ്സ് കോൾഡ് പേഴ്സണൽ പോളിസി. ഓക്കെ, ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് എസ്റ്റാബ്ലിഷസ് എ ഗൈഡ് ടു വർക്ക് towards the acceptable outcomes and objectives. നമ്മൾക്ക് സ്വീകാര്യമായ രീതിയിലുള്ള റിസൾട്ടുകളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഒരു ഓർഗനൈസേഷനിൽ എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രീ പ്ലാനിങ്, മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പേഴ്സണൽ പോളിസി എന്ന് വിളിക്കുക. അപ്പൊ അതെന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം, ബിക്കോസ് അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ഡാഷ് ഈസ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് എസ്റ്റാബ്ലിഷസ് എ ഗൈഡ് ടു വർക്ക് ടുവേർഡ്സ് ആക്സെപ്റ്റബിൾ ഔട്ട്കംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാൽ അവിടെ എഴുതേണ്ടത് പേഴ്സണൽ പോളിസി എന്നാണ്. ക്ലിയർ ആയോ? എന്താണ് മനസ്സിലായില്ലേ? ക്ലിയർ? ഒന്ന് എന്തെങ്കിലും റിയാക്ട് ചെയ്യണേ, എന്താതിരിക്കല്ലേ പ്ലീസ്. ഓക്കെ, ഓക്കെ. പ്രിയ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന്, നിങ്ങളാണ് ഇവിടെ ഫ്രണ്ടിൽ എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പൊ അവരങ്ങനെ ചെയ്താലാ എനിക്ക് കാണാൻ പറ്റില്ല, അപ്പുറത്തല്ലെങ്കിൽ നോട്ടായത് കൊണ്ടേ പറ്റില്ല. ഇനി എന്താണ് അപ്പൊ പേഴ്സണൽ പോളിസീസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് സം റൂൾസ്. അതിനകത്ത് കുറെ നിയമങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഓർഗനൈസേഷനിൽ ദർ ആർ എ ലോട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. ഒരു മാൻ പവർ എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല. ഒരു ഹോസ്പിറ്റലിൽ, ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ എന്തുമാത്രം എംപ്ലോയീസ് ആണ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഫ്രം ദ ബോട്ടം ലെവൽ, ക്ലീനിങ് സെഷനിൽ തുടങ്ങി ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളുകൾ വരെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഓർഗനൈസേഷൻ, സംരംഭമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൗ ടു ഡീൽ വിത്ത് ദിസ് എൻറ്റയർ ഹ്യൂമൻ റിസോഴ്സ്, ഈ പറയുന്ന എല്ലാ ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം,
അത് അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്നത്, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ഓരോ സിറ്റുവേഷൻസിൽ ഇവരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതിനെ സംബന്ധിക്കുന്ന ചില നിയമങ്ങളാണ് ഈ പേഴ്സണൽ പോളിസീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ്. ഏതൊക്കെ കുറെ നിയമങ്ങളാണ്. ഈ നിയമങ്ങള് നമുക്കറിയാം, നിയമങ്ങൾ മനുഷ്യന്മാർക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പല രീതിയിലുള്ള നിയമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡേ ടു ഡേ ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അറിയാതെ നമ്മൾ എത്രയോ നിയമങ്ങളെ പാലിച്ചു വരുന്നത് അല്ലെ. വണ്ടി ഓടിച്ചു പോകുന്നു പല സ്ഥലങ്ങളിലും അല്ലെ, പല ഓഫീസുകളിലും നമ്മൾ പ്രവേശിക്കുമ്പോൾ there are some rules. അവിടെയും കുറെ നിയമങ്ങളുണ്ട്. അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ ആ റൂൾസ് ഒബേ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കലാണ് ആർക്ക് വേണ്ടിയിട്ട്? അവിടെ വരുന്ന എല്ലാ ഹ്യൂമൻ റിസോഴ്സ് എല്ലാ എംപ്ലോയീസിനും പാലിക്കാൻ വേണ്ടിയിട്ട്. അവരെ ഡീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ വർക്കിംഗ് സിറ്റുവേഷൻസിലും അവർക്ക് എടുക്കുന്ന തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ പേഴ്സണൽ പോളിസീസ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെയും പറയും, പേഴ്സണൽ പോളിസീസ് ആർ ദ റൂൾസ് ദാറ്റ് കൺട്രോൾ ഹൗ ടു ഡീൽ വിത്ത് ദ ഹ്യൂമൻ റിസോഴ്സ് ഓർ പേഴ്സണൽ. ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് ഇവിടെ ഈ പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. റിലേറ്റഡ് സിറ്റുവേഷൻസ്, അതായത് ഓരോ സിറ്റുവേഷൻസിലും ഇവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യും, അതിനെ സംബന്ധിക്കുന്ന റൂൾസ് ആണ് പേഴ്സണൽ പോളിസീസ് എന്നും വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണോ? മനസ്സിലായോ എന്താണ് പേഴ്സണൽ പോളിസീസിനെ കുറിച്ച്? രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് രണ്ടും പേഴ്സണൽ പോളിസീസ് തന്നെയാണ്. Okay, next one. Now let's see what are the advantages by setting up these personal policies. ഇനി ഈ പറയുന്ന തൊഴിൽപരമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഓരോ ഓർഗനൈസേഷനും ഉള്ളത്? എന്തെങ്കിലും നേട്ടത്തിനായിരിക്കുമല്ലോ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോളിസീസ് ഉണ്ടാക്കുന്നത്, രൂപീകരിക്കുന്നത്. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും. achieve some benefits according to that. ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ പ്രധാനമായിട്ടും ആ നേട്ടങ്ങളെ രണ്ടായിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, they help the managers at different levels for decision making to take the decisions without consulting with the top superiors or the top management. അതായത് ഒരു എന്താ പറയാ, ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ പല ബിസിനസ് ഓർഗനൈസേഷനിലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന ആളുകളുണ്ട്, അതായത് പേഴ്സണലിനെ മാനേജ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് മറ്റ് ടോപ്പ് ഏറ്റവും എന്താ പറയാ തലപ്പത്തായിട്ട് ഒരു മാനേജർ ഉണ്ടായിരിക്കും ആസ് എ ഹോൾ ഹോസ്പിറ്റലിന്റെ മൊത്തം. അപ്പൊ ആ മാനേജറുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ they can take their own decisions. ഒരു സ്വന്തമായിട്ടൊരു ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ, they had set up their own policies. അതായത് തൊഴിലാളികളെ എങ്ങനെ ഡീൽ ചെയ്യണം, അവരെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് നേരത്തെ കൂട്ടി കുറെ പ്ലാൻ ചെയ്ത് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടേ തൊഴിലാളികൾ നീങ്ങാൻ പാടുള്ളൂ. അപ്പൊ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ബാർഗെയിനിങ്ങുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ ഒക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോപ്പിലേക്ക് വിടാതെ അത്തരം കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ ടോപ്പിലേക്ക് കൊടുക്കാതെ തന്നെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതെനിക്ക് പറ്റും, കാരണം എനിക്കറിയാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ എന്താണെന്ന്, എങ്ങനെയൊക്കെയാണ് ഓരോ എംപ്ലോയീസിനെയും മാനേജ് ചെയ്യേണ്ടത്, അവരെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ അങ്ങനെ ഒരു എംപ്ലോയീസിന്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയമോ അല്ലെങ്കിൽ അവർക്ക് വർക്കിംഗ് സിറ്റുവേഷനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വേഗം തന്നെ ടോപ്പ് മാനേജ്മെന്റിനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പ്രശ്നം ഉണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കലല്ല അല്ലെ. ആസ് എ മാനേജർ, ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് അവർക്കുമായി ബന്ധപ്പെട്ടുള്ള പോളിസീസ് അറിയാം, നയങ്ങൾ അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിന് ഞാനാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. ഇത് ഈ ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യണം അത് അവർക്കറിയണം. അപ്പൊ ഈ പറയുന്ന പോളിസീസ് സെറ്റ് ചെയ്താലേ അത് പറ്റുള്ളൂ. കാരണം ആ പോളിസീസ് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അത് കൈകാര്യം ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഉണ്ടാകണം. അപ്പൊ they can take their own decisions, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കഴിവ് അതിലൂടെ കിട്ടുന്നു. ബിക്കോസ് there are some pre-planned actions. അത് നേരത്തെ കൂട്ടി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കി വേണ്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് അഡ്വാൻറ്റേജ് അതാണ്. ഇങ്ങനെയുള്ള പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അതാണ്. രണ്ടാമത്തെ നേട്ടം എന്താണ്? ഇറ്റ് എൻഷുവേഴ്സ് ലോങ് ടേം വെൽഫെയർ എമംഗ് ദ എംപ്ലോയീസ്. അതായത് ഇവിടെ തൊഴിലാളികൾക്ക് ദീർഘകാലമായ ഒരു ക്ഷേമത്തിനുള്ള കാര്യങ്ങൾ കൂടി ഈ പോളിസീസ് രൂപീകരിക്കുന്നതിലൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ നിയമം ഉണ്ടല്ലോ, ഓരോരുത്തരും ആ നിയമങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇടർച്ചയ്ക്കും അല്ലെങ്കിൽ മറ്റു പ്രോബ്ലംസിനും ഒരു സാധ്യതയും ഇല്ല.
കാരണം വി ഹാവ് അവർ ഓൺ റൂൾസ്. നമുക്ക് റൂളുകൾ തന്നിട്ടുണ്ടെങ്കിൽ, നിയമങ്ങൾ നയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യാൻ, അത് ഒബേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സോ വെൻ വി ആർ ഒബേയിങ് സച്ച് റൂൾസ്, അത്തരം നിയമങ്ങൾ നമ്മൾ ഒബേ ചെയ്യുമ്പോൾ അവിടെ കൺഫ്യൂഷൻസിന്റെ ആവശ്യമില്ല, പ്രശ്നങ്ങളുടെ ആവശ്യമില്ല. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ മേക്ക് എ ഗുഡ് എമംഗ് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ്. കണ്ട, അവിടെ എന്ത് പറ്റും, എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് പോകും. ബിക്കോസ് നമ്മളിവിടെ ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും ഓരോരുത്തരും ജോയിൻ ചെയ്യുമ്പോൾ, അവർക്ക് റിക്രൂട്ട്മെന്റ് കൊടുത്ത് അവർ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇവിടെ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ്, അതായത് മാൻ പവർ എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടവരാണ്. അത് നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ എന്താ പറയാ, നമ്മൾ ഫോഴ്സ്ഡ് ആണ് എന്തിന്, ഒബേ സച്ച് റൂൾസ്. അത്തരം റൂൾസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ നമ്മൾ ഫോഴ്സ്ഡ് ആണ്, നമ്മൾ നിർബന്ധിതരാണ്. അതുകൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യണം. ദാറ്റ് മീൻസ് ദർ വിൽ ബി നോ പ്രോബ്ലം എമംഗ് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ. അങ്ങനെ വരുമ്പോൾ എന്തില്ല, ആ മുതലാളിമാരും അതായത് തൊഴിൽ കൊടുത്ത ആളും തൊഴിൽ ചെയ്യുന്ന ആളും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ആൻഡ് ഓൾസോ ദർ വിൽ ബി നോ ഫേവറിറ്റിസം ആൻഡ് ഓൾസോ ഡിസ്ക്രിമിനേഷൻ. അതായത് തീർച്ചയായിട്ടും അവിടെ ചില ആളുകളോട് ഫേവറിസം കാണിക്കുക, അങ്ങനെ ഒരു കാര്യമില്ല. ഡിസ്ക്രിമിനേഷൻസ്, വിവേചനങ്ങളില്ല. എല്ലാവർക്കും ഒരേപോലെയാണ് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന പേഴ്സണൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില നിയമങ്ങളാണ്. ആ തൊഴിൽപരമായിട്ടുള്ള നിയമങ്ങളിലൂടെ തന്നെ ഫോളോ ചെയ്തു പോകാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെങ്കിൽ അവിടെ പലതരത്തിലുള്ള വിവേചനങ്ങളെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫേവറിറ്റിസം, അതായത് ആർക്കും ഫേവർ ചെയ്ത് അനുകൂലമായിട്ട് ഉള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലാതാക്കാനൊക്കെ സാധിക്കും. അതൊക്കെ കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള രണ്ട് അഡ്വാൻറ്റേജസ്. ഓക്കെ, ഏതൊക്കെയാണത്? ഒന്ന്, മാനേജേഴ്സിന് അറ്റ് ഡിഫറെന്റ് ലെവൽസ്, പല ലെവലിലുള്ള മാനേജ്മെന്റുകൾക്ക് ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്ത് മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരില്ല. സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പേഴ്സണൽ പോളിസീസ് ഒക്കെ രൂപീകരിക്കുമ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും വിത്തൗട്ട് കൺസൾട്ടിങ് അതർ മാനേജ്മെന്റ്. അല്ലെ, മൊത്തത്തിലുള്ള സുപ്പീരിയർ മാനേജ്മെന്റിനോട്ടൊന്നും എന്ത് ചെയ്യേണ്ട, കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അവർക്ക് അവരുടേതായ പോളിസീസ് അറിയാം. അതനുസരിച്ച് ആരെങ്കിലും പ്രവർത്തിക്കാത്തുണ്ടെങ്കിൽ ഡിസിഷൻസ്, അവർക്ക് തീരുമാനങ്ങൾ എടുത്ത് അവരെ അറിയിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. ഇനി ഈ പറയുന്ന പോളിസീസ് സെറ്റ് ചെയ്യുന്നതിലൂടെ ഇറ്റ് പ്രൊവൈഡ്സ് ലോങ് ടേം വെൽഫെയർ എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഒരു ദീർഘകാല ക്ഷേമത്തിനുള്ള പദ്ധതി കൂടിയാണ് ഈ പറയുന്നതിലൂടെ രൂപീകരിച്ചു വെച്ചത്. ദാറ്റ് മീൻസ് ഇറ്റ് മേക്സ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. There will be no favorism and also there will be no discrimination. അത് രണ്ടും കുറഞ്ഞു എന്ന്, ലെസ് എന്ന് പറഞ്ഞാൽ കുറയുക എന്ന് അർത്ഥം കേട്ടോ. അപ്പൊ രണ്ട് അഡ്വാൻറ്റേജസ് കിട്ടിയോ? എന്താണ് മനസ്സിലായോ? പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ട് നേട്ടങ്ങളാണ്, അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ പോളിസി. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഈ ഒരു പേഴ്സണൽ പോളിസി കൊണ്ടുള്ളത്? അങ്ങനെ തന്നെ പഠിക്കാതെ അത് ഇമ്പോർട്ടന്റ് ആണ്, അത് മാർക്ക് ചെയ്തത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ പേഴ്സണൽ പോളിസിയുടെ ആ രണ്ട് പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. ഒന്ന് പ്രീ പ്ലാൻഡ് ആക്ഷൻ ആണെന്നുള്ളത്, ഒന്ന് റൂൾസ് ടു കൺട്രോൾ ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻ റിസോഴ്സ്. അത് രണ്ട്, അതായത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് മൊത്തത്തിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇടുകയോ ഇമ്പോർട്ടന്റ് എന്ന് എഴുതുക. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണ് ഈ പേഴ്സണൽ പോളിസിയുടെ ലക്ഷ്യങ്ങൾ? ഒന്ന്, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. ഇങ്ങനെ ഈ പറയുന്ന ഒരു പേഴ്സണൽ പോളിസി രൂപീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എംപ്ലോയീസിന്, അതായത് ജോലിക്കാർക്ക് എല്ലാം തന്നെ സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എംപ്ലോയീസിന്റെ സുരക്ഷിതത്വമാണ് ഒന്നാമത്തെ പോയിന്റ്. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് എന്നാണ് അത്. ഫെയർ, FAIR എന്നാക്കുക, ഫെയർ വേജസ്. അവർക്ക് എല്ലാവർക്കും അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഫെയർ ആയിട്ടുള്ള, ഫെയർ എന്ന ഒരു വാക്കാണ് ഫെയർ വേജസ് പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ കൂലിയാണെങ്കിൽ എന്താ പറയാ, ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, ഈ ഫെയർ വേജസ് എന്ന് പറയുമ്പോൾ രണ്ട് വേജസിന്റെ ഇടയിലാണ്. ചില വേജസ് കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഒരു ദിവസത്തെ എന്താ പറയാ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത അത്രയും വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഡെയിലി നമുക്ക് ഒരു ദിവസം ഒരാൾക്ക് ഒരു ഹൗസ് റൺ ചെയ്യാൻ എത്രത്തോളം ഇൻകം ഉണ്ടായാൽ ആൾക്കത് ഒരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലും നേടിയെടുക്കാൻ പറ്റാത്ത ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി ചിലത് എന്താണ്, നമ്മുടെ ഡെയിലി വേജ് കിട്ടിയ ഇന്നത്തെ കൂലി കിട്ടിയ ഇന്നത്തെ കാര്യം നടക്കും, അങ്ങനെയുള്ളതുണ്ട്. അപ്പൊ ഇതിന് ഇടയിലായിരിക്കണം ഒരു ഫെയർ വേജ് എന്ന് പറയുന്നത്. അതായത് വളരെ താഴ്ന്ന കൂലിയോ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് ഫെയർ വേജസ് ഉദ്ദേശിക്കുന്നത്. ഒരു അനുകൂലമായ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു ദിവസം ഡെയിലി ലൈഫിൽ അവർക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് അതിനെ മീറ്റ് ചെയ്യാനെങ്കിലുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഫെയർ വേജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ, സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണ്. ഇത് നല്ല
ഒരു ബന്ധം എല്ലാവരുമായിട്ട് എംപ്ലോയീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗണ്ട് റിലേഷൻ, ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഒരു വ്യവസായത്തിനകത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിനകത്ത് അവർ ക്രിയേറ്റ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇത്തരം പോളിസീസ് രൂപീകരിക്കുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്, അതും ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഒപ്റ്റിമം മീൻസ് മാക്സിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, പരമാവധി ഈ പറയുന്ന തൊഴിലാളികളെയൊക്കെ ഉപയോഗപ്പെടുത്തുക. എന്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളിൽ നിന്നും അവരുടെ ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരെ പരമാവധി ഉപയോഗിക്കുക. പരമാവധി ജോലി ചെയ്യിപ്പിക്കാന്നല്ല, പരമാവധി ജോലി എങ്ങനെ വേണമെങ്കിലും ചെയ്യിപ്പിക്കാം, പക്ഷെ ഫെയർ വേജസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് നല്ല രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഇടർച്ചയ്ക്കോ അല്ലെങ്കിൽ മുറുമുറുപ്പിനോ ഒക്കെ കാരണമാകാതെ എന്ത് ചെയ്യുക, അവര് സന്തോഷമായിട്ട് നമുക്ക് അവരിൽ നിന്ന് റിസൾട്ട് തരണം. ഞാനിപ്പോ എന്നെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് ഒരു ജോലി ചെയ്യിപ്പിക്കുന്നതും ആവശ്യത്തിന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ ചെയ്യും അല്ലെ. പക്ഷെ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷത്തോടെ നമ്മൾ നമ്മളുടെ ജോലി ചെയ്യിപ്പിക്കുക, അതാണ്. അങ്ങനെ അവരെ പരമാവധി ഉപയോഗപ്പെടുത്തുക, യാതൊരു രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ. പിന്നെന്താ, ഏറ്റവും ഉപരി ഒരു എംപ്ലോയ്മെന്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഏത് ജോലിക്കും അവരുടേതായ ഓരോ ജോലിക്കാരും അവർ ചെയ്യുന്ന ജോലിക്ക് അവരുടേതായ ഡിഗ്നിറ്റിക്ക് റെസ്പെക്ട് കൊടുക്കുക, ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ മാന്യതയുണ്ട്, നാം മാന്യമായി സംസാരിക്കുക. അതായത് എംപ്ലോയീസിനോട് സംസാരിക്കുമ്പോൾ ഒരു മാനുഷിക പരിഗണന, ഒരു മനുഷ്യനോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ വേണം ഏത് കാര്യങ്ങളെ കുറിച്ചിട്ടും. ചിലപ്പോൾ റേസ് ചെയ്ത് സംസാരിക്കുന്നതാകാം, പക്ഷെ തന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ള അവർക്ക് അവരുടേതാണ്. നമ്മളുടെ മാന്യത കളഞ്ഞിട്ട് നമ്മൾ ഒരു ജോലിയും ചെയ്യില്ല അല്ലെ. നമുക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഏത് ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ആ ജോലി നമ്മൾ ചെയ്യുന്നത് അതേ റെസ്പെക്ട്ഫുളിനോടെയാണ്. അപ്പൊ അതുപോലെ തന്നെ ആ ചെയ്യുന്ന ജോലിക്കാരനെയും എന്ത് ചെയ്തോളണം, അതിന്റെ ടോപ്പ് ആളുകള് അവരെ ആ രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്, റെസ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ഓർഗനൈസേഷനിലോ പേഴ്സണൽ പോളിസീസ്, ഇത്തരം തൊഴിൽപരമായിട്ടുള്ള ചില നയങ്ങൾ രൂപീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇതിൽ താഴെ പറയുന്നതിൽ പേഴ്സണൽ പോളിസീസിലെ ഒബ്ജക്റ്റീവ്സിൽ പെടാത്തത് ഏതാണെന്നോ പെട്ടത് ഏതാണെന്നോ ഒക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ പോളിസി. ഇനി ഇതിന്റെ എന്തൊക്കെ തത്വങ്ങളാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഈ പേഴ്സണൽ പോളിസീസ് രൂപീകരിച്ച് വെച്ചിട്ട് എന്തൊക്കെ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. ഒന്ന്, ട്രെയിൻ എവ്രി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. ചെയ്യേണ്ട ജോലിക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പേഴ്സണൽ പോളിസീസ് രൂപീകരിക്കുമ്പോൾ അതുകൂടി അവർ ശ്രദ്ധിക്കണം. ഈ പറയുന്ന തൊഴിൽ നയങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ രൂപീകരിക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ട സമയത്ത് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ ട്രെയിൻ ചെയ്യാം, പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓരോ ജോലിക്കും അതിൻ്റെതായ ട്രെയിനിങ് ഉണ്ട്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രെയിനിങ് അല്ല പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ജോലി ചെയ്യുന്നോ എനിക്ക് അതിന്റെ ട്രെയിനിങ് ആണ് കിട്ടേണ്ടത്. ഞാൻ വേറെ ഏതെങ്കിലും ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ട്രെയിനിങ് കിട്ടണം. അപ്പൊ ട്രെയിനിങ് പ്രോപ്പറായിട്ട് ഓരോ ജോലിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ പുട്ട് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. ഒരു ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്ക് ആ ജോലി കൊടുക്കുക. നീ ഇത് ചെയ്ത് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്നതല്ല അല്ലെ. അതൊക്കെ സിനിമ ഡയലോഗിലേ പറ്റുള്ളൂ. നിനക്കറിയില്ലല്ലോ, അന്ന് നീ ഇത് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്നല്ല പറയേണ്ടത്. അവന് പറ്റുന്ന, കാരണം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത് റിസൾട്ട് എടുക്കാതൊന്നും സമയമില്ല. നീ ഇത് പറ്റുമെന്ന് എന്നെ കൊണ്ട് നോക്കട്ടെ, അങ്ങനെ പറ്റില്ല. കാരണം ഇന്ന് നമ്മൾ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ജീവിക്കുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് മറ്റു പല ഇതുമായിട്ട് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്താ പറയാ, പരീക്ഷണത്തിന് സമയമില്ല, എക്സ്പെരിമെന്റ് ഒന്നും നടത്തിയെടുക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം ഓരോ സമയവും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായതാണ് ബിസിനസ്. ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ആൾക്കാർ പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്ന് അവരെ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നേടാം എന്ന് ഓരോ നിമിഷം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാ ബിസിനസ്മാൻമാര്. അത്രയ്ക്ക് പൂർവ്വ ബുദ്ധിയിലാണ് അവര് ചിന്തിക്കുക, ബിസിനസ്സുകാര്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ചിന്തിക്കണം എവിടെ ഇവനെ ഇട്ടാൽ ഇവനിൽ നിന്ന് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടാം. അതുകൊണ്ടാണ് പറയുന്നത് പുട്ട് റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. കൃത്യമായ സ്ഥലത്ത് കൊടുക്കുക. നിനക്ക് അറിയാൻ പാടില്ല ആ ജോലി ആൾക്ക് വശമില്ല, അവന് എന്താ പറയാ വേറെ ആളുകൾ ഇല്ലെങ്കിൽ വലിയ മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനോ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കി എന്റെ ബിസിനസ് കൊണ്ട് പോയാൽ മതി എന്നുള്ളതാണെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെ ഒരു ബിസിനസിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബൂമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ റൈറ്റ് മാനിനെ റൈറ്റ് പ്ലേസിൽ ഇടുക എന്നുള്ളത് മറ്റൊരു പ്രിൻസിപ്പിൾ ആണ്. സപ്ലൈ റൈറ്റ് ടൂൾസ് ആൻഡ് ഓൾസോ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ടു ദ വർക്കേഴ്സ്. ജോലിക്കാർക്ക് ആവശ്യത്തിന് എന്തൊക്കെയാണ് അവർക്ക് വേണ്ട, അവർക്ക് ജോലി ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ അത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക.
ജോലി ഉപകരണങ്ങളൊന്നും ഇല്ലാണ്ട് അവരോട് ജോലി ചെയ്തില്ലേ തീർന്നില്ലേ, അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ നേരമായിട്ട് തീരാത്ത ആവശ്യത്തിന് ടൂൾസ് ഒന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ കൃത്യമായ സമയത്ത് തീരില്ല. ഓക്കെ, അപ്പൊ കൃത്യമായ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക ആൻഡ് ഓൾസോ കൃത്യമായ വർക്കിംഗ് കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്യുക, നല്ല രീതിയിലുള്ള സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു പേഴ്സണൽ പോളിസിയുടെ പ്രിൻസിപ്പിൾ ആണ്. ദെൻ എന്താണ്, മെറിറ്റ് ദ ഓർഗനൈസേഷൻ കോർഡിനേറ്റ് ടീം ത്രൂ പ്രോപ്പർ കോർഡിനേഷൻ, അതായത് ആവശ്യത്തിന് കോർഡിനേഷൻ, ഏകീകരണം, ഒരു ടീം ആയിട്ട്, അതായത് ഹോസ്പിറ്റൽസിലും ഏത് ഓർഗനൈസേഷനിലായാലും പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒരുപാട് ജോലികളുണ്ട്. പക്ഷെ എങ്കിലും ഈ ഓർഗനൈസേഷനൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്ത് ഒരു ടീം വർക്ക് പോലെ, കാരണം നമ്മളെല്ലാവരും ആഫ്റ്റർ ഓൾ ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ ആ ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് അല്ലെ. അപ്പൊ അല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ഉദ്ദേശമല്ല, ആ ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റ് ആണ് നമ്മളുടെ നേട്ടം എന്ന് പറയുന്നത്. അപ്പൊ അത് നേടിയെടുക്കാൻ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യിപ്പിക്കുക, പ്രോപ്പർ കോർഡിനേഷൻ ആവശ്യമുണ്ട്. പിന്നെ എന്താ, പ്രോപ്പർ സെക്യൂരിറ്റി, അവർക്ക് ഓരോ ജോലിക്കാരനും അവരവരുടെ ജോലി കിട്ടുന്ന സ്ഥലത്ത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി, ഒരു സംരക്ഷണം, ഒരു സുരക്ഷിതത്വം, അതായത് അവർക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് കൊടുക്കേണ്ട ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ഒരാളുടെ സുരക്ഷിതത്വത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എനിക്ക് എന്റെ റെക്കഗ്നീഷൻ, എനിക്ക് കിട്ടേണ്ട ഇൻസെന്റീവ്, എനിക്ക് ഓരോ അവസരങ്ങൾ കിട്ടണേ, ഇതൊക്കെ എന്റെ സുരക്ഷിതത്വമാണ്. അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കൃത്യമായിട്ട് പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് റെക്കഗ്നീഷൻ, ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻസെന്റീവ്. ഓക്കെ, പിന്നെന്താ, ലുക്ക് അഹെഡ്, പ്ലാൻ അഹെഡ്, അതായത് ഓരോ പേഴ്സണൽ പോളിസീസ് രൂപീകരിക്കുമ്പോഴും ദേ ഹാവ് ടു ലുക്ക് ഫോർവേഡ്, എന്ന് വെച്ചാൽ അപ്പോഴത്തെ കാര്യം നടക്കലല്ലെന്ന്, ഭാവി ഫ്യൂച്ചറിനെ കുറിച്ച് കൂടി ചിന്തിച്ചിട്ട് വേണം ഓരോ പേഴ്സണൽ പോളിസീസും ക്രിയേറ്റ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ, സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ലുക്ക് അഹെഡ് അല്ലെങ്കിൽ പ്ലാൻ അഹെഡ്, മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ കൂടി പ്ലാനിങ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പേഴ്സണൽ പോളിസീസ് ഫ്രെയിം ചെയ്യാനായിട്ട്. ആൻഡ് ഫോർ ബെറ്റർ തിങ്സ് ഓർ ബെറ്റർ റിസൾട്ട്സ്, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ എന്ന് മാത്രം ചിന്തിച്ചാൽ ബിസിനസ് ഡെവലപ്ഡ് ആകില്ല, അതിന്റെ സക്സസിലേക്ക് എത്തില്ല. നമ്മൾ ഇന്നൊരു പുതിയ ജോലിക്ക് ഒരാളെ എടുക്കുമ്പോ ഈ ആളെ നമുക്ക് ഭാവിയിൽ കൂടി ഉപയോഗിക്കാൻ പറ്റുമോ, അതും കൂടി ചിന്തിച്ചിട്ട് വേണം ആൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ. അല്ലാണ്ട് ഇപ്പോഴത്തെ കാലം നടക്കട്ടെ അതങ്ങോട്ട് ഇതാവട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതൊരു നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് അല്ല. അന്നേരം എംപ്ലോയീസിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് വരും ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമോ അവരെ അതിലേക്ക് കൂടി എടുക്കാൻ പറ്റുമോ. അല്ല അതെനിക്ക് പറ്റില്ല എന്ന് എംപ്ലോയി പറയാണ്, എനിക്ക് അതിന് ക്വാളിഫൈഡ് അല്ല, എന്റെ റിസൾട്ട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ചെറിയ നോളജ് പോലും എനിക്കില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന സമയത്ത് അവരെ കൊണ്ടുവന്നിട്ട് എത്തിയിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ, ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് പോലും അറിയില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്താണെന്ന് ഒന്ന് സ്വന്തമായിട്ട് പ്രവർത്തിച്ച് ഇന്നതൊക്കെ ഇല്ലാന്ന് നമുക്കറിയാം. പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഒട്ടും തന്നെ അറിയില്ലാത്ത ഒരാൾക്ക് വന്നിട്ട് നമ്മൾ ഒരു ജോലി കൊടുക്കുന്നു. ഇനി ഉള്ള കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ദേ കനോട്ട് ഹാൻഡിൽ ഇറ്റ്, അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പൊ ഫ്യൂച്ചറിനെ മുൻകൂട്ടി കാണാതെ നമ്മൾ ഒരു ജോലി കൊടുത്താൽ എന്ത് പറ്റും? അത് ചിലപ്പോൾ വേസ്റ്റ് ആയി പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പേഴ്സണൽ പോളിസീസ് നയങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അതുകൂടി അവർ ശ്രദ്ധിക്കണം. ഫ്യൂച്ചറിനെ കുറിച്ച് കൂടി ചിന്തിച്ചിട്ട് വേണം they have to set their policies for their better things, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, മനസ്സിലായോ എന്താണ് പ്രിൻസിപ്പിൾസ്? മനസ്സിലായോ? ഫോർത്ത് പോയിന്റ് ഏതാണ്? മേക്ക് ഓർഗനൈസേഷൻ കോർഡിനേറ്റ് ത്രൂ പ്രോപ്പർ കോർഡിനേഷൻ. അതായത് അത്രേ ഉള്ളൂ, ആ കോർഡിനേഷൻ എന്നുള്ള വരെ മതി. മേക്ക് ഓർഗനൈസേഷൻ എ കോർഡിനേറ്റഡ് ടീം. ആ ഒരു സംരംഭത്തിലെ എല്ലാവരെയും കൂടി നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നോക്കിയേ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, ഓഫ്താൽമോളജി ഉണ്ട്, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഒരു ഓർഗനൈസേഷനായിട്ട് എൻഷുർ ചെയ്ത്, അത്രേ ഉള്ളൂ കോർഡിനേഷൻ. പല ഡിപ്പാർട്ട്മെന്റുകളെയും പല ഡിവിഷൻസിനെയൊക്കെ കോർഡിനേറ്റ് ആയിട്ട് ടീമായിട്ട് പ്രവർത്തിപ്പിക്കുക എന്നത്, അതാണ് സെന്റൻസ് നീണ്ടുപോയി എന്ന് മാത്രമേ, കോർഡിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പേഴ്സണൽ പോളിസി. അതായത് നമ്മുടെ പേഴ്സണൽ പോളിസീസിന്റെ ഈ പറയുന്ന തൊഴിൽപരമായിട്ടുള്ള നയങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓക്കെ, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി, നമുക്ക് അങ്ങനെ കാണാപ്പാടൊന്നും പഠിക്കേണ്ട. ഇറ്റ് ഷുഡ് ബി ക്ലിയർ. നമുക്കറിയാം പേഴ്സണൽ പോളിസീസ് വ്യക്തമായിട്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം.
എല്ലാവർക്കും ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഒരേ രീതിയിലായിരുന്നു. ഒരു സാധനം ഞാൻ വായിച്ചു, എനിക്ക് ഇന്നതാണ് തോന്നിയത്, വേറൊരാൾ അതേ സാധനം തന്നെ വായിച്ചു, ആളെ ഇത് ഇങ്ങനെയല്ലേ, അല്ല പ്രിൻസിപ്പൽസ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഞാൻ പറയുന്നത് മാർക്ക് ചെയ്യാം കേട്ടാ, ഇമ്പോർട്ടന്റ് ആയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ്, ഇതും അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. കുറെ പോയിന്റുകളുള്ളത് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. അതിനാണ് ഞാൻ അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഏതായിരുന്നു ഞാൻ? ഒബ്ജക്റ്റീവ്സ് അല്ലെ? ഒബ്ജക്റ്റീവ്സ് അല്ലേ പറഞ്ഞത്? ഒബ്ജക്റ്റീവ്സ് മാർക്ക് ചെയ്യാം. അതിന്റെ മുകളിലെ പേഴ്സണൽ പോളിസീസ് എന്താണെന്ന് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതും ഇനി അപ്പൊ എന്താണ് ഒരു പേഴ്സണൽ പോളിസി രൂപീകരിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ക്ലിയർ, പോസിറ്റീവ് ആയിരിക്കണം, ഈസിലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. ഏർലി എന്നല്ല കേട്ടോ വാക്ക്, ഈസിലി ആണ്. EASLY എന്നാണ്, 6 വെട്ടിട്ട് എക്സ് ആക്കാം. ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ എവറി എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷൻ. എല്ലാവർക്കും ഒരേ മീനിങ് കിട്ടുന്ന രീതിയിൽ വ്യക്തമായിട്ട് എഴുതുക. പോളിസീസ് എഴുതി വെക്കുമ്പോ, നിയമങ്ങൾ എഴുതി വെക്കുമ്പോ ആ ഓരോ എംപ്ലോയീസും ഫോളോ ചെയ്യേണ്ട റൂൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാവർക്കും ക്ലിയർലി, ഈസിലി, പോസിറ്റീവായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കുക. ഞാൻ വായിച്ചു, എനിക്ക് ഇങ്ങനെയാണല്ലോ തോന്നിയത്, നീക്ക് വായിച്ചപ്പോ എങ്ങനെ തോന്നിയത്, എനിക്ക് പക്ഷെ ഇങ്ങനെയുള്ള അതിന്റെ അർത്ഥം മനസ്സിലായത്. അങ്ങനെ പാടില്ല. രണ്ടാളുകൾക്ക് രണ്ട് രീതിയിലുള്ള മീനിങ്സ് ആകുന്ന രീതിയിലുള്ള സെന്റൻസ്. അതെന്താ? അത് ആ എഴുതുന്നതിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. ചില കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഡൗട്ട്സ് വരാറുണ്ട്. വരാറില്ലേ നിങ്ങൾക്ക്? വരാറില്ലേ? നമ്മൾ എവിടെയെങ്കിലൊക്കെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണല്ലോ തോന്നിയത്, പക്ഷെ അത് ഇങ്ങനെയായിരുന്നോ എന്ന് വേറൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ, അപ്പൊ രണ്ടാളുകൾ ഒരേ കാര്യം വായിച്ചപ്പോ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് അതിന് വരിക അല്ലെ? പക്ഷെ അങ്ങനെ പാടില്ല. പേഴ്സണൽ പോളിസീസ് രൂപീകരിക്കുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട്, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എഴുതണ്ടേ. നെഗറ്റീവ് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് അല്ലേ, ജോലി ചെയ്യാൻ വന്നവരാണ്, അവർ നെഗറ്റീവ് അടിച്ച് വന്നപ്പോഴേ തന്നെ അവരെ ഓടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്ത് പഠിപ്പിക്കാം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോം. എഴുതി തന്നെയാണ് വെക്കേണ്ടത്, പറഞ്ഞതല്ല. കുറച്ച് നമ്മൾ മാറ്റി പറയാലോ. ഞാനൊരു പേഴ്സണൽ ആയിട്ടുള്ള ഓരോ തൊഴിൽ ചെയ്യുന്ന ആളുകളോട് ചില കാര്യങ്ങൾ ചെന്നിട്ട് പറയാണ്, കുറച്ചേരം ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് എനിക്ക് പറയാലോ, കാരണം വാക്കുകളല്ലേ മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ when it is in written form it cannot be changed. പക്ഷെ അത് എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതാണെങ്കിൽ എഴുതി വെച്ചതിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണൽ പോളിസീസ് റിട്ടേൺ ഫോമിലായിരിക്കണം. ആൻഡ് എന്താ പറയാ, ഒരു ലോക്കൽ ലാംഗ്വേജിലും അത് എഴുതിയിരിക്കണം. ബിക്കോസ് അതായത് പേഴ്സണൽ പോളിസീസ് പീപ്പിൾ മെ നോട്ട് ഫോളോ സച്ച് ലാംഗ്വേജസ്. ചില എന്താ പറയാ എല്ലാം ഇംഗ്ലീഷിൽ എഴുതി വെക്കുക. അപ്പൊ എല്ലാം ഇംഗ്ലീഷിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റുമോ? എല്ലാ ജോലിക്കാരും, ഏറ്റവും താഴെയുള്ളവർ തുടങ്ങി ഏറ്റവും പൊക്കത്തിലുള്ളവർ വരെ എല്ലാവർക്കും ചിലപ്പോൾ ആ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഏത് ലൊക്കാലിറ്റിയിലാണോ ആ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്ന പേഴ്സണൽ പോളിസീസ്, ഏത് ലൊക്കാലിറ്റിയിലുള്ള ഓർഗനൈസേഷനിലാണെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എന്താണോ അത്. അപ്പൊ മലയാളം, നമ്മുടെ നാട്ടിലെ മലയാളമാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. ഇംഗ്ലീഷിൽ എഴുതിക്കോ വേണ്ടെന്നല്ല, പക്ഷെ അതിന്റെ അപ്പുറത്ത് അതേ കാര്യങ്ങൾ തന്നെ പോളിസീസ് ആയിട്ട് അപ്പുറത്ത് മലയാളത്തിൽ കൂടി അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമാകും. ഓക്കെ. അപ്പൊ നമ്മളുടെ ലോക്കൽ ലാംഗ്വേജസിലും ഈ പറയുന്ന പോളിസീസ് റിട്ടേൺ ചെയ്തിരിക്കണം. ജനറലി നോൺ ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും, എല്ലാ എംപ്ലോയീസിനെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും അതിനെ കുറിച്ചിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരായിരിക്കണം അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എനിക്കും വായിക്കണം, മറ്റുള്ളവർക്കും, മറ്റ് എംപ്ലോയീസും എല്ലാവരും വായിച്ച് ആർക്കൊക്കെയാണോ അതിനകത്ത് താല്പര്യമുള്ളത് അവരെല്ലാവർക്കും കൃത്യമായിട്ട് ജനറൽ ആയിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. ഇനി എന്താണ് പറയാ, ഇറ്റ് ഷുഡ് റിട്ടേൺ ഇൻ ഓർഡർ ടു പ്രിസർവ് അഗെയിൻസ്റ്റ് എനി ലോസ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഓർഗനൈസേഷന്റെ നഷ്ടം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതാതെ അതിനെ എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്യാം, ആ നഷ്ടങ്ങളെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ ആ നഷ്ടത്തെ നമുക്ക് എങ്ങനെ എന്താ പറയാ അത് മാറ്റാം, ആ നഷ്ടം ഒഴിവാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ എന്താണ് പറയാ, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ബട്ട് നോട്ട് റിജിഡ് ആയിരിക്കണം. നോട്ട് റിജിഡ്, സ്റ്റേബിൾ ആയിരിക്കണം. എന്ത് പോളിസീസ് എഴുതി വെച്ചാലും സ്റ്റേബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ അത് ഫിക്സഡ് ആയിരിക്കണം, പിന്നെ മാറ്റാൻ പറ്റുന്നതായിരിക്കരുത്. അതൊരു ഫ്ലെക്സിബിൾ ആകാൻ പാടില്ല. ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് എഴുതുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോ പോളിസീസും എഴുതി വെച്ചിട്ടുണ്ടോ അത് സ്റ്റേബിൾ ആയിട്ട് എഴുതണം. പക്ഷെ സ്റ്റേബിൾ ആണെങ്കിലും എന്താണ്, റിജിഡ് ആകാൻ പാടില്ല എന്ന് പറയാം. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില പോളിസീസ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഒന്നും പാടില്ല.
അത്ര ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസ് ഒന്നും കൊണ്ടുവരാതിരിക്കുക. കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ റിസൾട്ട് ഫോർ ദ കെയർഫുൾ അനാലിസിസ് ഓഫ് ഓൾ അവൈലബിൾ ഫാക്ട്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള പോളിസീസ് ആയിരിക്കണം ഫ്രെയിം ചെയ്യേണ്ടത്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ടിനെയും അനലൈസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇത്തരം പോളിസീസ് രൂപീകരിക്കാനായിട്ട്. എന്തൊക്കെ ഫാക്ടുകളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഓരോ പോളിസീസ് ഉണ്ടാക്കാം, അതെല്ലാം എല്ലാം ദിക്കിന്നും കാര്യങ്ങൾ അന്വേഷിക്കണം. എന്നിട്ട് വേണം ഇന്നത് ഈ ഒരു പോളിസി ഞാൻ കൊണ്ടുവന്നാൽ ഇത് അവർക്ക് ആക്സെപ്റ്റബിൾ ആകുമോ, എംപ്ലോയീസിന് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമോ, ഇതൊക്കെ നോക്കണം. നോക്കി അന്വേഷിച്ചിട്ട് വേണം അത് നിയമമായിട്ട് കൊണ്ടുവന്ന് എഴുതാനായിട്ട്. യൂണിഫോം ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നിയമങ്ങൾ എല്ലാം യൂണിഫോം ആയിരിക്കും. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ആയിരിക്കണം, എല്ലാവർക്കും ഒരേപോലത്തെ നിയമമായിരിക്കണം. ചിലർക്ക് അങ്ങനെ മാറ്റം ഇങ്ങനെ മാറ്റം പാടില്ല. It must provide two-way communication between the management and the employees. അതായത് ഓരോ ഓർഗനൈസേഷന്റെയും മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കണം പേഴ്സണൽ പോളിസി. എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് മാത്രം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെയ്തോളണം, അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല, അങ്ങനെ പാടില്ല എന്ന്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് സം ഐഡിയ, നമുക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയയോ നമുക്ക് എന്തെങ്കിലും കാര്യമോ പറയാനുണ്ടെങ്കിൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് ആ രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. അതിനെയാണ് നമ്മൾ ടു-വേ സിസ്റ്റം എന്ന് വിളിക്കുക. റേഡിയോ ആകരുതെന്ന്, റേഡിയോന്റെ പ്രത്യേകത നമുക്കറിയാലോ അല്ലെ, നമുക്ക് ഇങ്ങോട്ട് കേൾക്കാനേ പറ്റുള്ളൂ, എന്ത് പറഞ്ഞാലും കേട്ടോളാം, പക്ഷെ അങ്ങോട്ടേക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ആകരുത്. ഒരു ഉദാഹരണം പോലെയൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ, വൺ മാൻ ഷോ അല്ലെ, റേഡിയോ പോലെ അങ്ങോട്ട് മാത്രമേ പറയാൻ ഇങ്ങോട്ടൊന്നും പറയാൻ പാടില്ല എന്ന്. അത് പാടില്ല. ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ തീർച്ചയായിട്ടും ടു-വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. എപ്പോ വേണമെങ്കിലും നമുക്ക് മാനേജ്മെന്റിനെ സമീപിച്ച് നമ്മളുടേതായ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം, അവർക്ക് ഇങ്ങോട്ടും പറയാം. അങ്ങനെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ നേടാൻ പറ്റും. എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. അവിടെ വലിയ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല എംപ്ലോയീസിന്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. അപ്പൊ ഇതൊക്കെയാണ് പേഴ്സണൽ പോളിസീസിന്റെ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട എസെൻഷ്യൽ ആയിട്ടുള്ള സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായില്ലേ? അതില് ആ ലാസ്റ്റ് പറഞ്ഞ പോയിന്റില്ലേ, പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്ന ഒരു കാര്യം ടു-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ആ പോയിന്റ് മാത്രം അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. സംരംഭത്തിന്റെ ഒരു ഘടനയാണ് സ്ട്രക്ചർ. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. ഹൗ ദ ആക്ടിവിറ്റീസ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ ഘടന എന്ന് പറയുന്നത് അവിടെയുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, ഓരോ ആക്ടിവിറ്റീസും. അത് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ടാസ്ക് അലോക്കേഷൻ, ഓരോരുത്തർക്ക് എന്തൊക്കെ ജോലി കൊടുക്കണം, ചെയ്യിപ്പിക്കണം, അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണം, എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുവരണം, അവരെ സൂപ്പർവൈസ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾ. വീണ്ടും അത് തന്നെയാ പറയണേ. ഒരു ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നോ അത് ടാസ്ക് അലോക്കേഷൻ, പിന്നെ കോർഡിനേഷൻ, അച്ചീവ്മെന്റ്, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും എന്തൊക്കെയാണ് അതിനെ കുറിച്ച് വിശദമാക്കുന്നതാണ് ഒരു ഓർഗനൈസേഷന്റെ ഘടന എന്ന് പറയുന്നത്. ഇതെല്ലാം വിശദമാക്കുന്നത്, ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് ഇപ്പോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ? എക്സ്പ്ലെയിൻസ് ഹൗ ദ ആക്ടിവിറ്റീസ്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ, ഏതൊക്കെ പ്രവർത്തനങ്ങൾക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നതാണ് ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, പിന്നെ സൂപ്പർവിഷൻ, ആർ ഡയറക്ടഡ്. ഇതിനെയൊക്കെ എങ്ങനെ എന്താ പറയാ നേതൃത്വം വഹിച്ച് ഡയറക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. എന്തിനു വേണ്ടിയിട്ട്? ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യമൊക്കെ ചെയ്യുന്നത്. ടാസ്ക് അലോക്കേറ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഇതിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ സെന്റൻസ് ഒന്ന് നന്നായിട്ട് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? Dash explains how activities like the task allocation, supervision, coordination are directed towards the achievement of organizational goals. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അടുത്തത് എന്താണ് കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പൊ ഒരു സെന്റൻസേ ഉള്ളൂ കേട്ടോ, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്,
ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, ഓരോരുത്തരും കൊടുക്കുന്ന ജോലി കൃത്യമായിട്ട് പൂർത്തീകരിക്കുക, അതാണ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്. അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു തൊഴിൽ നമ്മൾ ചെയ്ത് കിട്ടിയ ആ തൊഴിലിന് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി. ജോലി ചെയ്ത് കഴിയുമ്പോഴുള്ള ആ സംതൃപ്തി, അത്രയും ജോലി തീർന്നു എന്ന് എംപ്ലോയർക്ക് നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. പേഴ്സണൽ അല്ല, പേഴ്സണൽ. അത് തൊഴിൽപരമായിട്ടുള്ള ഒരു തൃപ്തിയാണ്. നമ്മൾ ആ കിട്ടിയ, നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി, അതൊരു സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഒന്നാമത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. ഇതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. എന്താണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ? അധികാരം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു അധികാരം കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മൾ ഹൗ വി ക്യാൻ യൂസ് ഇറ്റ്, അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബൈ ഡെലിവറിംഗ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു അനദർ ഇൻഡിവിജ്വൽ the right to act, to take decisions, to the requisition of resources, to give directions to others how to act, and also execute all the tasks in order to fulfill the job responsibilities. അതായത് നമ്മുടെ ജോലി, നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, നമുക്ക് നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ പ്രവർത്തിക്കാനായിട്ട് ഡിറക്റ്റ് ചെയ്യുക, നീ ഇന്നത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. അതുപോലെ തന്നെ അവർക്ക് പ്രവർത്തിക്കാനും, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും, അവർക്ക് റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കാമെന്നും അങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് ഡിറക്റ്റ് ചെയ്യണം. ഇതെല്ലാമാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതെല്ലാം കൊടുക്കുന്നതിനെയാണ് ഡെലിവർ ചെയ്യുന്നത്. ആര്? ഒരാളിൽ നിന്നും മറ്റൊരാളിൽ. ഇപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ ഉണ്ട്, ഞാനത് മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിക്കുന്നു. അതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കുക. എനിക്കൊരു അധികാരമുണ്ട്, ആ അധികാരം ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. അത് നമ്മൾ അവരവരുടെ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാകാം, അവർ ഡയറക്റ്റ് ചെയ്യുന്നതാകാം, ഹൗ ടു ആക്ട്, ഇതിനെങ്ങനെ നിങ്ങൾ ചെയ്യണം, പ്രവർത്തിക്കണം എന്ന് പറയുന്നതാകാം. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും, അല്ലെ? അതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുക. അപ്പൊ അതിന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരെ കൊണ്ട് അത് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. അതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കുക. ആ വേർഡ് ഓർത്തിരിക്കണം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ ആയിട്ട് വരുന്ന ഒരു സെന്റൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഉണ്ട്, അത് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റ് ആണ്. പിന്നെ പറഞ്ഞത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. ആ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വല് മറ്റൊരു ഇൻഡിവിജ്വലിന് ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൗ ടു ആക്ട്, എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, ടു ടേക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാൻ, റിക്വസിഷൻ ഓഫ് റിസോഴ്സസ്, പുതിയ എന്താ പറയാ വിഭവങ്ങൾ റിക്വസിഷൻ, അത് ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ വരുത്താൻ വേണ്ടിയിട്ട്, മാത്രമല്ല ഡിറക്ഷൻസ് കൊടുക്കാൻ, ചില കാര്യങ്ങൾക്ക് എന്താ പറയാ ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ഹൗ ടു ആക്ട് ആൻഡ് എക്സിക്യൂട്ട് ദ ടാസ്ക്, ഇനി ഓരോ ജോലിയും എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നതിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ഒരു അധികാരം, അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കുക. ഇനി അടുത്ത എന്താ, പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. ഒരു ദീർഘകാല സൂപ്പർവിഷൻ നടത്തേണ്ടി വരും. ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഒരു സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ചെറുതൊന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞു നേരത്തെ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ, അസസ്മെന്റ് എംപ്ലോയീസിനെ ചെയ്യണം. ഇന്നൊരു ദിവസം ചെന്നു, ആളുകളൊക്കെ കണ്ടു, അവർ ചെയ്യുന്ന ജോലികളൊക്കെ വിലയിരുത്തി, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിക്കുന്നു. പിന്നെ ആ വശത്ത് വിട്ട് പോകാണ്ട് പിന്നെ 5-6 മാസം കഴിഞ്ഞിട്ടാണ് അവരെ സന്ദർശിക്കേണ്ടത്, അല്ല, ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഒരു ദീർഘകാല വീക്ഷണമാണ്, ഒരു ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ ആണ് എംപ്ലോയീസിനെ ചെയ്യേണ്ടത്. ഓർഗനൈസേഷൻ അവർ ചെയ്യുന്ന ജോലികൾ കൃത്യമായി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഉണ്ട്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഉണ്ട്, പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. അതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് 2 പോയിന്റ് കൂടി ഞാൻ പറയാം. ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. എന്താണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ? എങ്ങനെയാണ് സ്പെഷ്യലൈസ്ഡ് ആകുക എന്ന് പറയാം? നമ്മൾ വീണ്ടും നേരത്തെ കേട്ട വാക്ക് തന്നെയാണ് സ്പെഷ്യലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ, when we are doing an act റിപ്പീറ്റഡ്ലി, നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു ആക്ട് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി ബിക്കം സ്പെഷ്യലൈസ്ഡ്. നമ്മൾ ആ കാര്യത്തിൽ എന്താകും? സ്പെഷ്യലൈസ്ഡ് ആകും. എന്ത് കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യം നമ്മൾ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ, ഒറ്റ പ്രാവശ്യം ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ശരിയായെന്ന് വരില്ല, പക്ഷെ നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മൾ അതിൽ നിന്നും പിന്മാറാതെ, ഗിവ് അപ്പ് ചെയ്യാതെ വീണ്ടും അത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ എന്ത് പറ്റും?
അതിൽ നമുക്ക് പറ്റും, ശരിയാക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ചെയ്തായി കഴിയുമ്പോൾ നമുക്ക് എന്തായി പറ്റുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ചെയ്യാൻ നോക്കും. ദെൻ നമ്മൾ വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ എന്താ പറയാ, അപ്പൊ ലിമിറ്റഡ് ഡ്യൂട്ടീസ്, വളരെ ചുരുങ്ങിയ ജോലി ഈ പറയുന്ന സ്പെഷ്യലൈസേഷനിലൂടെ വെൻ വി ആർ ഡൂയിങ് റെഗുലർലി ആൻഡ് റിപ്പീറ്റഡ്ലി, കണ്ടോ, വളരെ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റെഗുലർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ബിക്കം സ്പെഷ്യലൈസ്ഡ്, നമ്മൾ എന്താകും, അതിൽ സ്പെഷ്യലൈസ്ഡ് ആകും. അത് ഏത് ജോബ് റൂട്ടീനിലും അങ്ങനെ തന്നെയാണ്. ഒരു ടീച്ചർ കൈകാര്യം ചെയ്യുന്ന വിഷയം മാത്സ് ആണെന്ന് വിചാരിക്കാം. ആദ്യത്തെ ദിവസം ടീച്ചിങ് ട്രെയിനിങ് ഒക്കെ കിട്ടി, പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു, ഏതെങ്കിലും സ്കൂളുകളിൽ പോയി പ്രാക്ടീസ് ഒക്കെ ചെയ്തു, നമുക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വളരെ ടെൻസ്ഡ് ആയിട്ട് കൈകാലൊക്കെ വിറയ്ക്കും അല്ലെ, ചെന്ന് നിന്നിട്ട് എന്തൊക്കെയാ പറയേണ്ടത് ദൈവത്തിനെ അറിയാം. പിന്നെ ചിലപ്പോൾ പറയുന്നത് തെറ്റിയും പോകും, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കില്ല പുറത്തേക്ക് വരിക, അത് ടെൻഷൻ കൊണ്ടാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിൻവാങ്ങിയോ, ഇതെന്നെ കൊണ്ട് പറ്റുന്ന ജോലിയല്ല, ഇതൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ വീട്ടിൽ ചെന്നോട്ടെ, എല്ലാവരും എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ച് ചാവാന്ന് കടയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാതെ വെട്ടിക്കുത്തിരാൻ ശരിയാവോ? പറ്റില്ല. പോയിക്കോട്ടെ, തെറ്റിക്കോട്ടെ, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റും. നമ്മൾ ഒന്നുകൂടി വീണ്ടും ഒന്നുകൂടി നമ്മൾ വീട്ടിലായെങ്കിലും ഇരുന്ന് എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. എന്ത് കാര്യം, ഞാൻ ജോലിയുടെ കാര്യം വെറുതെ എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ, ഇത് ജോലിക്കും അങ്ങനെയാണ് അല്ലെ. നമ്മൾ അതിൽ നിന്ന് ഗിവപ്പ് ചെയ്ത് ഇതെന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, അപ്പൊ സ്പെഷ്യലൈസ്ഡ് ആകാനായിട്ട് ലിമിറ്റഡ് ഡ്യൂട്ടീസ് ഷുഡ് ബി ഡെലിഗേറ്റഡ് ടു എവ്രി വൺ. ഓരോരുത്തർക്കും അവരവരുടേതായ ജോലി അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ റിപ്പീറ്റഡ്ലി വെൻ ദേ ആർ ഡൂയിങ് ഇറ്റ്, അത് റിപ്പീറ്റീവ് ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ ഈ ബിക്കം എനി പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്താകും, സ്പെഷ്യലൈസ്ഡ് ആകും. ആൻഡ് ഇറ്റ് ബിക്കംസ്, ആ ഒരു ജോബ് ഇറ്റ് ബിക്കംസ് വെരി ഈസിയർ ടു അസ്, നമുക്കത് വളരെ ഈസിയർ ആയിട്ട് മാറും. ആൻഡ് വി ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ ജോബിൽ നമ്മൾ എക്സ്പേർട്ട് ആയി മാറും. പല ആളുകളും അങ്ങനെ ആയവരുണ്ട്. ഓക്കെ, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. മറ്റൊരു കോൺസെപ്റ്റ് ആണ് പേഴ്സണൽ പോളിസി ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. അതായത് ഇപ്പൊ ടോപ്പ് ലെവലിൽ നിന്ന് ഒരു ലോവർ ലെവലിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പർ ചാനലിലൂടെ മാത്രം അത് അവിടേക്ക് എത്താം. അവിടെ ഇവിടെയൊക്കെ പോയി എവിടെയെങ്കിലും അത് എന്താ പറയാ ചിന്നിച്ചേറി പോയ കാര്യമില്ല, ഇവിടെ എത്തണം അത് അല്ലെ. ഏതെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രോപ്പർ ചാനലിലൂടെ അത് കൃത്യമായിട്ട് അവിടെ എത്തണം എന്നുള്ളതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ മറ്റൊരു കോൺസെപ്റ്റ്. അപ്പൊ പ്രധാനമായിട്ടും ഇത്രയും കോൺസെപ്റ്റുകളാണ്, ഒരു 5 കോൺസെപ്റ്റ് ആണ് നമ്മളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനുള്ളത്. ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഡിഗ്രി ഓഫ് അതോറിറ്റി ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്തോ? ഓക്കെ, സോ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മളുടെ ആ ഒരു ഭാഗം വരെയുള്ളത് തീർന്നിട്ടുണ്ട്. നന്നായിട്ട് വായിച്ചു നോക്കണം. ഒരു 5-6 പ്രാവശ്യം നമ്മൾ വായിച്ചു കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പറയാത്തതുണ്ടോ എന്ന് നോക്കുക. വായിച്ചു നോക്കി മനസ്സിലാക്കി അടയാളപ്പെടുത്താൻ പറഞ്ഞതൊക്കെ നന്നായിട്ട് പഠിക്കാം. അത് പഠിക്കണം, മറ്റേത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. അടുത്ത ദിവസം കാണാം കേട്ടോ.